Good evening, ma'am. Good evening, ma'am. Good evening. Good evening, Miss. Good Good evening, ma'am. Good evening, Miss. Good evening. evening, ma'am. Good evening. എങ്ങനെയാ തിരക്കൊക്കെ ആയോ സ്കൂളൊക്കെ ഓപ്പൺ ചെയ്തപ്പോ? നല്ല തിരക്കായി. നല്ല തിരക്കായല്ലേ? ഓക്കെ. Good evening, ma'am. ഗുഡ് ഈവനിങ്. കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു തന്നിരുന്ന നോട്ട്സ് ഇംഗ്ലീഷിലോട്ട് കൺവേർട്ട് ചെയ്തോ? ആരെങ്കിലും ചെയ്തായിരുന്നോ? ഇല്ല, ആരും ചെയ്തില്ല. പ്രവീണ CR ചെയ്തു. പ്രവീണ ചെയ്തോ? എസ്റ്റർ ചെയ്തു. ഒരാള് വായിച്ചു തന്നാല് റീഡ് ചെയ്തെന്ന്. ഞാൻ പറഞ്ഞു തന്ന കാര്യങ്ങള് കൺവേർട്ട് ചെയ്തിട്ട് ആരെങ്കിലും ഉണ്ടെങ്കിൽ അന്ന് വായിച്ചു. എസ്റ്റർ ചെയ്തോ? ചെയ്തു മിസ്. ഓക്കെ, എന്നാ വായിച്ചോ. അല്ല, അതിനു മുമ്പ് പ്രെയർ ആരാ പറഞ്ഞിട്ടുണ്ടായിരുന്നേ? പ്രെയർ ആരെങ്കിലും? റുബിയ. ഓക്കെ, സ്റ്റാർട്ട് ചെയ്തോളൂ. Light a candle for peace, light a candle for love, light a candle that shine all always around the world, light a candle for me, light a candle for you, that our wish forward peace will one day come true. ഓക്കെ, കഴിഞ്ഞോ? കഴിഞ്ഞു, ma'am. വെരി ഗുഡ്, വെരി ഗുഡ്. ഓക്കെ, ഇനി എസ്റ്റർ റീഡ് ചെയ്തെന്ന് എഴുതിയത്. മിസ് തെറ്റുണ്ടാവും മിസ്, അതുകൊണ്ട്. അത് സാരില്ല, അത് വിട്ടുകളാ, അത് കുഴപ്പമില്ല. നോക്കാലോ നമുക്ക്. ഓക്കെ. എന്താ റെഡിയല്ലേ? പോയോ?
വേറെ ആരാ വായിക്കാം? വേറെ ആരാ? വായിക്കട്ടെ. വായിച്ചു. തെറ്റുണ്ടെങ്കിൽ ക്ഷമിക്കുക. സാരില്ല. ഡിഫ്തീരിയയെ കുറിച്ചല്ലേ വായിക്കണ്ടേ? ഡിഫ്തീരിയ. This disease is reported in the place of Spain in 1613. Dr. Thierry Breton is the person gave the name of this disease. In 1886, he found the microorganism. Also, 1890s researched the vaccines. And 1920. In 1920, 5,000 cases reported in India, and in symptoms is fever, throat pain. It's also affected throat, nose. കണ്ടിന്യൂ ചെയ്തോളൂ. Diphtheria is also known as killer diseases. Through Corynebacterium diphtheria, this disease will spread. And symptoms we can see in 2 to 5 days. And also in some of the major symptoms of this disease is headache and vomiting, increase the level of heartbeats, get tired, and also the another symptom is look like the കഴലേന്ന് ഇംഗ്ലീഷിൽ എന്തെന്നാ പറയുന്ന മിസ്? എന്താ കഴലെന്ന് പറഞ്ഞില്ലേ, നമ്മുടെ നെക്കിന്റെ ബാക്ക് സൈഡിൽ ഒരു ആരോ ഒരാള് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ കഴിഞ്ഞ ക്ലാസ്സില്. ആരായിരുന്നു അത്? നോട്ട്സ് എന്നാണ് കേട്ടോ പറയുന്നേ. NODES നോട്ട്സ് എന്നാ പറയാ. ഓക്കെ. Look like nodes the back of the neck, and doctors observe them, apply an antitoxins to the body. If we go to the hospital, doctors diagnose a white milky spot on the palate inside the mouth of the patient. This disease spreads from children to adults. Vaccines are essential for this disease. 92 to 95% prevent vaccines. Name of this vaccine is diphtheria, tetanus, pertussis vaccine. Short name DTP. DTP. In this disease, death rate is very high. The danger level of this disease is pneumonia and increased heart rate. After 5 days, need the treatment for patients quickly. It's a vaccine given together for 3 diseases. In children, 6th week. അയ്യോ അതില്ല, അത്രേ ഉള്ളൂ. നന്നായിട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. കുഴപ്പമൊന്നുമില്ല, ഒരു കുഴപ്പമില്ല, ഒരു മിസ്റ്റേക്കും ഇല്ല. ഇൻസ്റ്ററിന്റേതായിട്ടുള്ള ലാംഗ്വേജിൽ നന്നായിട്ട് എഴുതിയിട്ടുണ്ട്. ഇങ്ങനെയാ പഠിക്കുന്നത് കേട്ടോ. ഇങ്ങനെ നമ്മൾ ഡെവലപ്പായിട്ട് വരും. ഓക്കെ. അപ്പോ എഴുതാത്തവരുണ്ടെങ്കിൽ എഴുതണം കണ്ടോ. ഇതിനു വേണ്ടിയിട്ടാണ് ഇങ്ങനെയുള്ള നോട്ട്സ് തരുന്നത്. നിങ്ങൾ അത് ഇംഗ്ലീഷിലേക്ക് കൺവേർട്ട് ചെയ്യണം. നിങ്ങളുടെ ലാംഗ്വേജ് ഇംപ്രൂവ് ആവും, നിങ്ങളുടെ നോളജും ഇംപ്രൂവ് ആവും. ഓക്കെ. അപ്പൊ എഴുതാത്തവരുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? എഴുതണം. ഓക്കെ. എല്ലാവരും എഴുതിയോ? എല്ലാവരും എഴുതിയിട്ടുണ്ടെങ്കിൽ എല്ലാവരും നല്ല കുട്ടികളാണ്. എല്ലാവരും എഴുതണം കേട്ടോ. ഓക്കെ. പിള്ളേരെയൊക്കെ മക്കളെയൊക്കെ പഠിപ്പിക്കുന്നതല്ലേ നിങ്ങള്. അപ്പൊ നിങ്ങൾക്ക് അറിയാൻ പറ്റൂ ഇത്. കുഞ്ഞു എന്തെങ്കിലും സെന്റൻസുകളൊക്കെ കിട്ടുന്നില്ലെങ്കിൽ ഗൂഗിളിൽ സെർച്ച് ചെയ്യുകയോ ഡിക്ഷണറി നോക്കുകയോ എന്തെങ്കിലും ചെയ്യുക, നമുക്ക് കിട്ടും കേട്ടോ. ഓക്കെ. എല്ലാവരും എഴുതി. ഓക്കെ. എല്ലാവർക്കും ഒരു ബിഗ് ക്ലാപ്പ് എഴുതിയിട്ടുണ്ടെങ്കിൽ കേട്ടോ. ഓക്കെ. അപ്പൊ നമ്മള് കഴിഞ്ഞ ക്ലാസ്സില് സിംറ്റംസ് വരെയായിരുന്നു ഒന്നല്ലേ പറഞ്ഞു നിർത്തിയിട്ടുണ്ടായിരുന്നേ അല്ലേ? അതെ മാം. സിംറ്റംസ് വരെയായിരുന്നു പറഞ്ഞു നിർത്തിയിട്ടുണ്ടായിരുന്നത്. ഓക്കെ. ഇനി നമ്മൾ ഇതിന്റെ വാക്സിനിലേക്ക് വരികയാണ്. എങ്ങനെയാണ് ഇതിന്റെ വാക്സിൻസ് ഒക്കെ കൊടുക്കുന്നത്, ഏതൊക്കെ ടൈം പീരീഡിലാണ് ഇത് കുട്ടികൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നതെന്നാണ് പറയുന്നത് കേട്ടോ. അപ്പൊ നിങ്ങളിത് വായിച്ചിട്ടുണ്ടായിരുന്നോ? ആ ഒരു പാരാഗ്രാഫ് ഞാൻ വായിക്കാൻ പറഞ്ഞപ്പോ വായിച്ചില്ലേ നിങ്ങൾ കഴിഞ്ഞ ക്ലാസ്സില്? ഫസ്റ്റ് പാരാഗ്രാഫ്
ഡിഫ്തീരിയ, പെർട്ടൂസിസ് ആൻഡ് ടെറ്റനസ്. കഴിഞ്ഞ ക്ലാസ്. അപ്പൊ അതിനകത്ത് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. DPT വാക്സിൻ ആണ് എന്തിനു കൊടുക്കുന്നത്? ഈ 3 ഡിസീസിനുമായിട്ട് ഒരൊറ്റ ഇതായിട്ട് കൊടുക്കുന്നതാണ് എന്ത് DPT വാക്സിൻ എന്ന് പറയുന്നത്. അത് കുഞ്ഞ് ജനിച്ച് 6th വീക്ക് ആവുമ്പോഴാണ് എന്ത് കൊടുക്കുന്നത്? ഫസ്റ്റ് ടൈം കൊടുക്കുന്നത് കേട്ടോ. കുഞ്ഞ് ജനിച്ചിട്ട് ഒരു 6 ആഴ്ച സമയം ഒരു പ്രായമാകുമ്പോൾ ആദ്യത്തെ ഡോസ് കൊടുക്കും. രണ്ടാമത്തേതെന്ന് പറയുന്നത് 10th വീക്കിലാണ് കൊടുക്കുന്നത്. ഓക്കെ, അതായത് 10ാമത്തെ ആഴ്ചയാണ് കുഞ്ഞിന് ഇത് കൊടുക്കുന്നത്. ഇനി മൂന്നാമത്തേതെന്ന് പറയുമ്പോൾ 14th വീക്ക്. ക്ലിയർ ആയില്ല. ക്ലിയർ ആയില്ലേ? ഓക്കെ, അതായത് ഡിഫ്തീരിയക്കെതിരായിട്ടുള്ള വാക്സിൻ നമ്മൾ കൊടുക്കുന്നത്. ഓക്കെ, അത് ഡിഫ്തീരിയക്ക് മാത്രമായിട്ടല്ല, ഡിഫ്തീരിയ, പെർട്ടൂസിസ്, ടെറ്റനസ് ഈ 3 രോഗങ്ങൾക്കും കൂടിയാണ് എന്ത് കൊടുക്കുന്നത്? DPT വാക്സിൻ നമ്മൾ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുന്നത്. ക്ലിയർ ആണോ ഇപ്പൊ പറഞ്ഞത്? ആദ്യത്തേത് സ്പീഡ് കൂടുതലാണോ എനിക്ക്? ഇല്ലല്ലോ, സ്പീഡ് കുറച്ച് പറയുള്ളൂ. നേരത്തെ എന്താ? നേരത്തെ ഒന്ന് കട്ടായി, അതുകൊണ്ടാണ്, അല്ലാതെ സ്പീഡ് ഉണ്ടായിട്ടല്ല. ഓക്കെ, അപ്പൊ ഫസ്റ്റ് ടൈം കൊടുക്കുന്നത് 6th വീക്കിലാണ്. ഓക്കെ, കുട്ടിക്ക് 6 ആഴ്ച പ്രായമുള്ളപ്പോഴാണ് നമ്മൾ ആദ്യം ഈ വാക്സിൻ കൊടുക്കുന്നത്. ഇനി രണ്ടാമത്തേതെന്ന് പറയുന്നത് 10th വീക്കിലാണ്. അതായത് കുട്ടിക്ക് 10 ആഴ്ച പ്രായമുള്ളപ്പോൾ നമ്മളിത് കൊടുക്കും. ഇനി മൂന്നാമത്തേതെന്ന് പറയുന്നത് 14th വീക്ക്, അതായത് കുട്ടിക്ക് 14 ആഴ്ച പ്രായം ഉള്ള സമയത്ത് പിന്നീട് മൂന്നാമത്തേത് കൊടുക്കും. അപ്പൊ ഫസ്റ്റ് 6th വീക്ക്, സെക്കൻഡ് 10th വീക്ക് ആൻഡ് തേർഡ് 14th വീക്ക്. ഈ 3 എണ്ണത്തിനെയും കൂടി പറയുന്ന പേര് പ്രൈമറി ഡോസ് എന്നാണ്. ഓക്കെ, അതായത് 6th വീക്കിലും 10th വീക്കിലും 14th വീക്കിലും കുട്ടിക്ക് ഇത് കൊടുത്തു കഴിഞ്ഞാല് DPT വാക്സിന്റെ പ്രൈമറി ഡോസ് കുട്ടിക്ക് കംപ്ലീറ്റ് ആയി. ക്ലിയർ? ക്ലിയർ ആണോ? അപ്പൊ ഈ 3 എണ്ണത്തിന് എന്താ പറയാ? പ്രൈമറി ഡോസ് എന്നാ പറയാ. ഓക്കെ, 6th വീക്ക്, 10th വീക്ക് ആൻഡ് ദെൻ 14th വീക്ക്. ഓക്കെ, ഇനി നെക്സ്റ്റ് കുട്ടിക്ക് ഇത് കൊടുക്കുന്നത് 1.5 to 2 വയസ്സിനിടയിൽ കൊടുക്കും. ഓക്കെ, 1.5 to 2 വയസ്സ്. ആ ഒരു പ്രായത്തിനിടക്കാണ് ഇത് കുട്ടിക്ക് കൊടുക്കുന്നത്. പിന്നീട് ഒരു എന്താ പറയാ 4-5 വയസ്സ് ആ ഒരു പ്രായമാകുമ്പോ എന്ത് കൊടുക്കും? പിന്നെ രണ്ടാമത്തത് ഒന്നും കൂടി കൊടുക്കും. പിന്നീട് 14-15 വയസ്സ് ആ ഒരു ടൈം പീരീഡിനുള്ളിൽ കൊടുക്കും. ഓക്കെ, അപ്പോ ഈ ഒരു 14ാമത്തെ ആഴ്ച കഴിഞ്ഞിട്ട് പിന്നീട് വരുന്നത് 1.5-2 വയസ്സിനിടയില്, അതുപോലെ തന്നെ 4-5 വയസ്സ്, പിന്നീട് 12-14 ആ ഒരു നമ്മള് ഒരു ഏകദേശം ഒരു ടൈം പീരീഡ് ഓർത്തിരുന്നാൽ മതി. 12 തുടങ്ങി 15 വരെയുള്ള ആ ഒരു പീരീഡിൽ കൊടുക്കുന്നുണ്ട്. അപ്പോ ഈ ഒരു 3 എണ്ണത്തിനെ കൂടി നമ്മൾ പറയും. അതായത് ഫസ്റ്റ് 3 എണ്ണത്തിന് നമ്മൾ എന്ത് പറഞ്ഞു? പ്രൈമറി ഡോസ് എന്ന് പറഞ്ഞു. ഓക്കെ, ഇനി 1.5 തുടങ്ങി ആ ഒരു 15 അല്ലെങ്കിൽ 14-15 ആ ഒരു പ്രായം വരെയുള്ള ആ ഒരു 3 ഡോസ് നമ്മൾ കൊടുക്കുമല്ലോ, അതിനെ പറയുന്ന പേരാണ് DPTയുടെ ബൂസ്റ്റർ ഡോസ്. ഓക്കെ, ക്ലിയർ? ഓക്കെ, അപ്പൊ ബൂസ്റ്റർ ഡോസ് 3 തവണയായിട്ടാണ്. അതായത് ആ ഒരു 1.5 തുടങ്ങി എത്രയാ? ആ ഒരു 15 വരെയുള്ള ആ ഒരു ഞാനിപ്പോ പറയുന്ന ആ ഒരു ടൈം പീരീഡ് നോട്ട് ചെയ്യുന്നുണ്ടോ? ഓക്കെ, പ്രൈമറി ഡോസ് എന്ന് പറഞ്ഞാല് 6th, 10th, 14th. ഓക്കെ, ഓക്കെ, ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, ഇനി നമ്മള് പറഞ്ഞു മിസ് ഒന്നുകൂടി പറയോ? 14-15 വയസ്സിലാ കട്ടായി പോയി. 14-15 വയസ്സ് അപ്പോഴും നമ്മൾ കൊടുക്കും. അതായത് 1.5 to 2, പിന്നീട് 4 to 5, പിന്നീട് ഒരു 12, ഒരു 15 ആ ഒരു ടൈം പീരീഡിലും നമ്മൾ കൊടുക്കും. അത് 3 ഡോസ് കൊടുക്കും. അതിനെ നമ്മൾ ബൂസ്റ്റർ ഡോസ് എന്നാ വിളിക്കുക. DPTയുടെ ബൂസ്റ്റർ ഡോസ് കേട്ടോ. ക്ലിയർ ആണോ? ഓക്കെ മിസ്.
നോട്ട് ചെയ്യുന്നുണ്ടോ? ചെയ്യുന്നുണ്ടോ? Yes, ma'am. Okay. ഉണ്ടോ? ഉം. യെസ് മാം. Yes, ma'am. ഓക്കെ ഓക്കെ. ഇനി ഈ മാം ഒന്നുകൂടെ ഒന്ന് പറയൂ, കട്ടായിപ്പോ ഇടയ്ക്ക്. Hello. ആരെങ്കിലും ഒരാളൊന്ന് പറഞ്ഞു കൊടുത്തേ. പറഞ്ഞു കൊടുത്തേ, മനസ്സിലായോന്ന് അറിയാലോ അപ്പൊ എനിക്കും നിങ്ങൾക്ക്. ആരാ പറഞ്ഞു കൊടുക്ക? ഞാൻ ഞാൻ പറയാം മാം. രമ്യ. രമ്യ ഒന്ന് പറഞ്ഞു കൊടുത്തേ. ആദ്യം തുടങ്ങിയത് പറഞ്ഞു കൊടുത്തേ. DPT ഫസ്റ്റ് തുടങ്ങിയത് പറഞ്ഞു. ഡിഫ്തീരിയക്ക് എതിരായ വാക്സിൻ കൊടുക്കുന്നത് മറ്റ് പെർട്ടൂസിസിനും ടെറ്റനസിനും ഇതിനെല്ലാം കൂടിയിട്ടാണ്. ഇത് മൂന്നിനും കൂടിയിട്ട് DPT വാക്സിൻ കൊടുക്കുന്നത്. ഫസ്റ്റ് വാക്സിൻ കൊടുക്കുന്നത് ബേബിക്ക് 6th വീക്കിലാണ്. പിന്നെ സെക്കൻഡ് വാക്സിൻ കൊടുക്കുന്നത് 10th വീക്കിലാണ്. പിന്നെ തേർഡ് വാക്സിൻ 14th വീക്ക് ആകുമ്പോഴാണ് കൊടുക്കുക. പിന്നെ ഈ മൂന്ന് വാക്സിനും കൂടിയിട്ട് പറയുന്ന പേര് 6th, 10th, 14th വീക്കിലും കൊടുക്കുന്ന വാക്സിൻ എല്ലാം കൂടി പറയുന്ന പേര് പ്രൈമറി ഡോസ് എന്നാണ്. പിന്നെ നെക്സ്റ്റ് പിന്നെ ബേബിക്ക് കൊടുക്കുന്നത് 1.5 1.5 വയസ്സ് തൊട്ട് 2 വയസ്സിനിടയിലാണ്. പിന്നീട് 4 to 5 വയസ്സ് അതിന്റെ ഇടയില്. പിന്നെ ലാസ്റ്റ് 12 തൊട്ട് 15 വയസ്സ് അതിന്റെ ഇടയിലാണ് കൊടുക്കുന്നത്. ഈ ലാസ്റ്റ് വരുന്ന 3 ഡോസിനും കൂടി പറയുന്ന പേര് DPT ബൂസ്റ്റർ ഡോസ് എന്നാണ്. ക്ലിയർ ആണോ? ചോദിച്ചവർക്ക് ക്ലിയർ ആയോ? യെസ് മാം. ഓക്കെ. ഇനി നമ്മളിപ്പോ പറഞ്ഞല്ലോ മലപ്പുറത്തൊക്കെ കൂടുതൽ ഡിഫ്തീരിയ കേസുകൾ റിപ്പോർട്ട് ചെയ്യാറുണ്ട്. അപ്പൊ അങ്ങനെ ഡിഫ്തീരിയ റിപ്പോർട്ട് ചെയ്യുന്ന സ്ഥലങ്ങൾ, ഇപ്പോ കൂടുതലായിട്ട് റിപ്പോർട്ട് ചെയ്യുന്ന സ്ഥലങ്ങളാണെങ്കിൽ അവിടെ എന്ത് ചെയ്യും? കേരള ഗവൺമെന്റിന്റെ നേതൃത്വത്തില് 10 വർഷം കൂടുമ്പോൾ എന്ത് ചെയ്യും? ഇപ്പൊ കേരള ഗവൺമെന്റ് ആണെങ്കിലും ഇപ്പൊ മറ്റ് സംസ്ഥാനങ്ങളിലെ ഗവൺമെന്റ് ആണെങ്കിലും 10 വർഷം കൂടുമ്പോൾ അവിടെ എന്ത് ചെയ്യും? DT വാക്സിൻ എടുക്കും കേട്ടോ. DT വാക്സിൻ ആണ് എന്ന് വെച്ചാല് ഡിഫ്തീരിയക്കും ടെറ്റനസിനുമായിട്ട് വേണ്ടി മാത്രമായിട്ട് എന്ത് ചെയ്യും? അവിടുത്തെ ആളുകൾക്ക് എടുത്തു കൊടുക്കും. കൂടുതലായിട്ട് റിപ്പോർട്ട് ചെയ്യുന്ന ഏരിയയിലെ ജനങ്ങൾക്ക് എന്ത് ചെയ്യും? ഈ ഒരു വാക്സിൻ 10 years എവറി 10 years കൂടുമ്പോഴും എടുത്തു കൊടുക്കാറുണ്ട്. അത് പെർട്ടൂസിസിന് അവിടെ ഇല്ല. DT വാക്സിൻ ആയിട്ടാണ് എന്ത് ചെയ്യുന്നത്? ഇത് കൊടുക്കുന്നത്. അതൊന്ന് നോട്ട് ചെയ്തെടുക്കുക കേട്ടോ. ഓക്കെ. ഇനി കുട്ടി ജനിച്ച് ഈ ഒരു 6th 6ാമത്തെ ആഴ്ചയില് കുട്ടിക്ക് ഇത് നമ്മൾ പ്രോപ്പർ ആയിട്ട് ബേബിക്ക് ഇത് കൊടുത്തില്ലെങ്കിൽ, അതായത് കുട്ടിക്ക് ഇതുവരെ നമ്മൾ ഡിഫ്തീരിയയുടെ വാക്സിൻ എടുത്തില്ലെങ്കിൽ എന്ത് ചെയ്യണം? എടുത്തിട്ടില്ലെങ്കിൽ ഇപ്പൊ ഒരു കൊച്ചിന് ഇപ്പൊ ഒരു 1 വയസ്സോ 1.5 വയസ്സോ ഒക്കെ ആകുമ്പോഴാണ് ആദ്യമായിട്ട് എടുക്കുന്നെങ്കിൽ കുട്ടിക്ക് ഫസ്റ്റ് വാക്സിൻ എടുത്തു കഴിഞ്ഞതിന് ശേഷം 4 ആഴ്ച ഇടവിട്ടാണ് എന്ത് ചെയ്യേണ്ടത്? ഈ വാക്സിൻ എടുക്കേണ്ടത് കേട്ടോ. അതായത് ഇതുവരെ എടുക്കാത്ത കുഞ്ഞുങ്ങൾക്കാണെങ്കിൽ ആദ്യത്തെ എടുത്തതിന് ശേഷം 4 ആഴ്ച ഇടവിട്ട് എന്ത് ചെയ്യണം? ഈ വാക്സിൻസ് എടുക്കണം. ഓക്കെ. പ്രൈമറി ഡോസ്. ഇനി ബൂസ്റ്റർ നമ്മൾ കൊടുക്കുമ്പോൾ 6 മാസം കൂടുമ്പോഴാണ് കൊടുക്കേണ്ടത്. എടുക്കാത്ത കുട്ടികൾക്കാണെങ്കിൽ 6 മാസം കൂടുമ്പോൾ എന്ത് ചെയ്യണം? ബൂസ്റ്റർ നമ്മൾ കുഞ്ഞിന് കൊടുക്കണം. ക്ലിയർ ആണോ? ഒന്നുകൂടെ പറയാമോ? അതായത് ഇതുവരെ ഇപ്പോ ആ ഒരു വീക്ക്, അതായത് പ്രോപ്പർ ആയിട്ട് ഒരു വീക്കിൽ നമ്മൾ കുഞ്ഞിന് വാക്സിൻ കൊടുത്തിട്ടില്ലെങ്കിൽ കുട്ടിക്ക് ആദ്യത്തെ ഒരു ഡോസ് 6th വീക്കിന്റെ ഡോസ് നമ്മൾ കൊടുത്തതിന് ശേഷം 4 ആഴ്ച ഇടവേള ഇന്റർവെൽ എടുത്തതിന് ശേഷമാണ് 2ഉം 3ഉം ഡോസുകൾ കൊടുക്കുന്നത്. ഓക്കെ. ഇപ്പൊ ഇതുവരെ എടുക്കാത്തൊരു കുട്ടിയാണ്. കുട്ടിക്ക് ഒരു 9 മാസം പ്രായമുണ്ടെന്ന് വിചാരിക്കുക. ഇന്ന് ആ കുട്ടിക്ക് ഒരു ഡോസ് കൊടുത്തു. ഇനി 4 ആഴ്ച കഴിഞ്ഞിട്ട്, മീൻസ് 4 ആഴ്ച കഴിയുമ്പോൾ എന്ന് പറഞ്ഞാൽ എന്താണ്? അതായത് ഈ മാസം വരില്ല, നെക്സ്റ്റ് മന്ത് ആദ്യത്തെ ആഴ്ച ആ കുട്ടിക്ക് 2ാമത്തെ കൊടുക്കും. ഓക്കെ. അത് കഴിഞ്ഞിട്ട് വീണ്ടും ഒരു 4 ആഴ്ച കഴിഞ്ഞിട്ട് അടുത്തത് കൊടുക്കും. അങ്ങനെ ആ പ്രൈമറി ഡോസ് എന്ത് ചെയ്യും? കംപ്ലീറ്റ് ചെയ്യും. മനസ്സിലായോ? യെസ് മനസ്സിലായോ? ഓക്കെ. ഇനി ഈ 3 പ്രൈമറി ഡോസ് കഴിഞ്ഞിട്ട് അതായത് ഈ 3 വാക്സിൻ കഴിഞ്ഞതിന് ശേഷം പിന്നീട് ബൂസ്റ്റർ കൊടുക്കും അല്ലെ? ബൂസ്റ്റർ നമ്മൾ കൊടുക്കണമല്ലോ.
ആ ബൂസ്റ്റർ കൊടുക്കുന്നത് എപ്പോഴാണ്? 6 മാസം ഇടവിട്ട് വേണം 3 കൊടുക്കാൻ. ഓക്കെ, 6 മാസം ഇടവിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യാൻ? 3 കൊടുക്കാനായിട്ട്. ക്ലിയർ ആണോ? യെസ് മാം. ഓക്കെ. ഇനി നമ്മൾ എങ്ങനെയാണ് ഡിഫ്തീരിയയുടെ ടെസ്റ്റ് നടത്തുക? എങ്ങനെയാണ് നടത്തുക ഡിഫ്തീരിയയുടെ ടെസ്റ്റ്? വായിൽ നിന്ന് സ്വാബ് എടുത്തിട്ടല്ലേ കളക്ട് ചെയ്തിട്ട്? തൊണ്ടയിലെ സ്വാബ് എടുത്തിട്ട് ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഡിഫ്തീരിയയുടെ ടെസ്റ്റ് നമ്മൾ നടത്തുക. ഓക്കെ. പിന്നെ എന്തൊക്കെ ട്രീറ്റ്മെന്റ് ആണ് ഇത് വന്നു കഴിഞ്ഞാല് ചെയ്യേണ്ടത്? മിസ്റ്റർ ഒന്ന് പറഞ്ഞേ, എന്തൊക്കെ ട്രീറ്റ്മെന്റ് ചെയ്യണം? പറയാമോ? ട്രീറ്റ്മെന്റ് പറഞ്ഞു തന്നിട്ടില്ലേ? ഒന്നുകൂടെ പറഞ്ഞേ മാം, എന്തോ പറഞ്ഞേ? ട്രീറ്റ്മെന്റ് എന്തൊക്കെ ട്രീറ്റ്മെന്റ് ആണ് നമ്മളിത് ഈ ഒരു രോഗം വന്നു കഴിഞ്ഞാൽ നമ്മൾ ചെയ്യേണ്ടത്? എന്തൊക്കെ ട്രീറ്റ്മെന്റ് ആണ് നമ്മൾക്ക് ഡോക്ടേഴ്സ് തരിക? ആന്റിബയോട്ടിക്സ് അല്ല, അറിത്രോമൈസിൻ എന്ന് പറയുന്ന ഒരു ടാബ്ലറ്റ്. ആന്റിബയോട്ടിക്സ് തരും. പിന്നെ എറിത്രോമയാസിൻ, പെൻസിലിൻ. ട്രക്യോട്ടമി എന്നാണോ? ട്രക്യോട്ടമി, എന്താ? ആന്റിബയോട്ടിക്സും ട്രക്യോട്ടമി. ഓക്കെ, ആന്റിബയോട്ടിക്സ്, അതുപോലെ തന്നെ പെൻസിലിൻ, എരിത്രോമയാസിൻ എന്ന് പറയുന്ന അങ്ങനെയുള്ള ഇതൊക്കെ കൊടുത്തിട്ടാണ്, ടാബ്ലറ്റ്സും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടാണ് എന്ത് ചെയ്യുന്നത്? രോഗിയെ നമ്മള് ചികിത്സിക്കുന്നത്. ഇനി ഇപ്പോ ഡിഫ്തീരിയ ഡയഗ്നോസ് ചെയ്ത ഒരു കുട്ടിയാണെങ്കിൽ ആ കുട്ടിയുമായിട്ട് നമ്മള് ഇന്ററാക്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് അറിയില്ല കുട്ടിക്ക് ഡിഫ്തീരിയ ഉണ്ടായിരുന്നെന്ന്. ഓക്കെ, തിരിച്ച് നമ്മൾ വന്നിട്ടാണ് അറിയണത് കുട്ടിക്ക് ഡിഫ്തീരിയ ഡയഗ്നോസ് ആയിട്ടുണ്ടെന്ന് അറിയുന്നത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? എറിത്രോമയാസിൻ എന്ന് പറയുന്ന ഒരു ടാബ്ലറ്റ് 10 days നമ്മൾ കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം? ഡിഫ്തീരിയ നമുക്ക് പ്രിവെന്റ് ചെയ്യാം. ഓക്കെ, ക്ലിയർ ആണോ? ഇത്തരം കാര്യങ്ങൾ ക്ലിയർ ആണ് അല്ലേ? ഓക്കെ. അപ്പൊ ആരെങ്കിലും ഒരാളൊന്ന് പറഞ്ഞു ഇത്രയും കാര്യങ്ങൾ ഡിഫ്തീരിയയെ കുറിച്ചിട്ടുള്ള വാക്സിൻ തുടങ്ങി. ഒരാളൊന്ന് പറഞ്ഞേ. ഞാൻ പറയട്ടെ മാം? പറഞ്ഞോ. ഡിപ്തീരിയ ഡിസീസ് വാക്സിൻ എടുക്കുന്നത് കുഞ്ഞ് ജനിച്ച് 6 മാസം പ്രായമാകുമ്പോൾ ആദ്യത്തെ ഡോസ് കൊടുക്കും. നെക്സ്റ്റ് 10 വീക്ക് ആകുമ്പോഴത്തേക്ക് 2ാമത്തെ ഡോസ് കൊടുക്കും. അതിനുശേഷം 14th വീക്കിന് 3ാമത്തെ ഡോസ് കൊടുക്കും. ഈ 3നെയും പറയുന്ന പേരാണ് പ്രൈമറി ഡോസ്. ഇത് നമ്മൾ 1.5 to 2.5 വയസ്സിനുള്ളിൽ ഒരു ഡോസ് കൊടുക്കും. പിന്നെ 4 to 5 വയസ്സിനുള്ളിൽ അടുത്ത ഡോസ് കൊടുക്കും. പിന്നെ 12 to 15 വയസ്സിനുള്ളിൽ അടുത്ത ഡോസ്. ഇതിനെ 3നോട് പറയുന്നത് ബൂസ്റ്റർ ഡോസ് എന്ന് പറയും. ഡിഫ്തീരിയ കൂടുതൽ റിപ്പോർട്ട് ചെയ്യുന്ന സ്ഥലത്ത് 10 വർഷം കൂടുമ്പോൾ DT വാക്സിനാണ് കൊടുക്കുന്നത്. DT ജനിച്ച കുട്ടിക്ക് പ്രോപ്പറായി ആദ്യ ആഴ്ച എടുത്തില്ലെങ്കിൽ, പിന്നെ നമ്മൾ എടുത്തിട്ടേ ഇല്ലെങ്കിൽ പിന്നെ നമ്മൾ ആദ്യം എടുത്തു കഴിഞ്ഞാൽ 4 ആഴ്ച കഴിഞ്ഞ് 2ാമത്തെ കൊടുക്കും. അതിനുശേഷം പിന്നെ 4 ആഴ്ച കഴിയുമ്പോൾ ഡോസ് കൊടുക്കും. അങ്ങനെ 3 പ്രാവശ്യം അല്ലേ? 3 പ്രാവശ്യം. അടുത്തത് ബൂസ്റ്റർ ഡോസ് എടുക്കുമ്പോൾ 6 മാസം ഇടവിട്ട് 3 ഡോസ് കൊടുക്കണം. അടുത്തത് ഡിഫ്തീരിയ ടെസ്റ്റ് നടത്താൻ തൊണ്ടയിൽ നിന്ന് സ്ക്രാബ് എടുത്തിട്ട് ടെസ്റ്റ് നടത്തും. പിന്നെ ട്രീറ്റ്മെന്റ് കൊടുക്കുന്ന ആന്റിബയോട്ടിക്സ് കഴിക്കും. പിന്നെ എറിത്രോമൈസിൻ ടാബ്ലറ്റ് തരും നമുക്ക്. ഡിഫ്തീരിയ ഉള്ള ഒരാളുമായി സമ്പർക്കത്തിൽ നമ്മൾ അറിയാതെ നമുക്ക് അങ്ങനെ വന്നു പോയെങ്കിൽ അങ്ങനെ വന്നു കഴിഞ്ഞാല് അത് എഴുതിയില്ല. എന്താ ചെയ്യണ്ടേ? വേറെ ആരെങ്കിലും പറഞ്ഞേ എന്ത് ചെയ്യണം?
എറിത്രോമൈസിൻ ടാബ്ലറ്റ്. എറിത്രോമയസിൻ ടാബ്ലറ്റ് അല്ലേ? ഓക്കെ ഓക്കെ. അപ്പൊ ഡിഫ്തീരിയ ഇത്രയേ ഉള്ളൂ കേട്ടോ. ക്ലിയർ ആണോ ഡിഫ്തീരിയ? ഓക്കെ ക്ലിയർ ആണ് അല്ലേ? ഓക്കെ. നിങ്ങൾ വീഡിയോ ഓൺ ആക്കാറുണ്ടോ മറ്റു ടീച്ചേഴ്സിന്റെ ക്ലാസ്സില്? എന്തെങ്കിലും ആക്ടിവിറ്റീസ് അവതരിപ്പിക്കുമ്പോ ഓണാക്കും. ഓണാക്കും അല്ലേ? ഓക്കെ. ഞാൻ ഇതുവരെ തന്നിട്ടില്ല അല്ലേ? അല്ലേ? വീഡിയോ ഓൺ ആക്കിയിട്ടില്ലല്ലോ? ഫയർ സോങ് ഒന്നും വീഡിയോ ഒക്കെ ഓണാക്കാറില്ലല്ലോ ആദ്യം. എന്താ ആക്ഷൻ സോങ് ഒക്കെ തരുമ്പോ വീഡിയോ ഓൺ ആക്കാം? റോൾ പ്ലേ അങ്ങനെ അതൊക്കെ ചെയ്യുമ്പോ വീഡിയോ ഓണാക്കാം. മാമിന്റെ ക്ലാസ്സിൽ ഓൺ ചെയ്തിട്ടില്ല. തന്നിട്ടില്ല അല്ലേ? ഓക്കെ. അപ്പൊ നമുക്കൊന്ന് വീഡിയോ ഓൺ ആക്കാം. ഓണാക്കാം. റെഡി ആണോ? ഒരു ബ്രീത്തിങ് എക്സസൈസ് ആണ് ചെയ്യാൻ പോകുന്നത് കേട്ടോ. ചെയ്തിട്ടുണ്ടോ? അയ്യോ എന്തിനാ ഓടുന്നേ? അയ്യോ എന്തിനാ പറയുന്നേ? ബ്രീത്തിങ് എക്സസൈസാ, വേറെ ഒന്നുമില്ല. ചെയ്തിട്ടുണ്ടോ ബ്രീത്തിങ് എക്സസൈസ്? ഓക്കെ സ്റ്റാർട്ട് ചെയ്യാം അല്ലെ? എല്ലാരും ഒന്ന് ഓൺ ചെയ്യാ. എന്താ സാരല്ല, കുഴപ്പമില്ല. ശരി. ഓക്കെ. ഇത്ര പേരുള്ള എല്ലാവർക്കും ഹായ്. എല്ലാവരും ഇപ്പോഴാ കാണുന്നത്. എല്ലാവരും ഒന്ന് നിവർന്നിരിക്ക കേട്ടോ. നിവർന്നിരിക്ക. നിങ്ങൾ ചിലപ്പോ ആരെങ്കിലും ഒക്കെ ചെയ്തിട്ടുണ്ടാവും. അത് യോഗയിലെ ഒരു എക്സസൈസ് ആണ് കേട്ടോ അത്. ഓക്കെ. ആദ്യം നിങ്ങള് റൈറ്റ് ഹാൻഡ് എടുക്കാം. റൈറ്റ് ഹാൻഡ് നിവർന്നിരിക്കണം കേട്ടോ. നട്ടെല്ലാം നിവർന്നിരിക്കുക. റൈറ്റ് ഹാൻഡ് എടുക്കുക. അതിനകത്ത് 2 വിരലുകള്, അതായത് ഈ 2 വിരലുകള്, നമ്മുടെ ചൂണ്ടുവിരലും നടുവിരലും എന്ത് ചെയ്യാം? മടക്കാം. ചൂണ്ടുവിരലും നടുവിരലും മടക്കി വെക്കുക. തള്ളവിരല്, മോതിരവിരല്, ചെറുവിരല് അത് മാത്രം എന്ത് ചെയ്യാം? നിവർത്തി വെക്കുക. പിടികിട്ടിയോ? ഓക്കെ, പിടികിട്ടിയോ അല്ലേ? ഓക്കെ. ഇനി തള്ളവിരലും കൊണ്ട് മൂക്ക്, അതായത് വലത്തെ സൈഡ്, റൈറ്റ് സൈഡ്. ടീച്ചറെ പ്രാണായാമം അല്ലേ? ചെയ്യാറുണ്ട് ഞാൻ. ഓക്കെ ഓക്കെ ഇത് ചെയ്യാം. ഓക്കെ. ലെഫ്റ്റ് സൈഡിൽ കൂടെ എന്ത് ചെയ്യാം? ബ്രീത്ത് ചെയ്യാം. ഓക്കെ. ഞാൻ പറയാം. ലെഫ്റ്റ് സൈഡിൽ കൂടി ബ്രീത്തിങ് ചെയ്യാം. ബ്രീത്തിങ് ചെയ്തതിന് ശേഷം ലെഫ്റ്റ് സൈഡ് ഈ ഒരു മോതിരവിരലുണ്ടല്ലോ അതുകൊണ്ട് അടയ്ക്ക. അതിനുശേഷം റൈറ്റ് സൈഡിൽ കൂടി ബ്രീത്ത് ഔട്ട് ചെയ്യാം. മനസ്സിലായില്ലല്ലേ? ആദ്യം എന്ത് ചെയ്യാം? റൈറ്റ് സൈഡില്, അതായത് വലത്തെ ഭാഗം ഉണ്ടല്ലോ, മൂക്കിന്റെ വലത്തെ ഭാഗത്ത് എന്ത് ചെയ്യണം? തള്ളവിരലും കൊണ്ട് അമർത്തി പിടിക്കാം. ഓക്കെ. അമർത്തിയതിനു ശേഷം ലെഫ്റ്റ് സൈഡിൽ കൂടി ശ്വാസം എടുക്കുക, ബ്രീത്തിങ് ചെയ്യാം. അതിനുശേഷം മോതിരവിരലുണ്ടല്ലോ അതെന്ത് ചെയ്യാം? ലെഫ്റ്റ് സൈഡിൽ അമർത്തുക. റൈറ്റ് സൈഡിൽ നിന്ന് എന്ത് ചെയ്യുക? തള്ളവിരലെടുക്കുക, ശ്വാസം വിടുക. ഓക്കെ ഓക്കെ അല്ലേ? ഓക്കെ. വെക്ക കേട്ടോ. നോസിൽ വെക്ക. വലത്തെ സൈഡ് ബ്രീത്ത് ഇൻ,
ബ്രീത്ത് ഔട്ട്. അമ്മ അമ്മ ഇന്ന് വല്ലത് എഴുതാനുണ്ടോ അമ്മ? ബ്രീത്ത് ഔട്ട്. ഒരു ഭക്ഷണം കഴിക്കുമ്പോട്ടെ. ബ്രീത്ത് ഇൻ. അമ്മ ഇത് ബ്രീത്ത് ഔട്ട്. ഞാൻ കറക്റ്റല്ല. ബ്രീത്ത് ഇൻ. ബ്രീത്ത് ഔട്ട്. ഇതെന്തിനാ എഴുതിയിട്ട് ഇതിങ്ങോട്ട് കെട്ടത്? ബ്രീത്ത് ഇൻ. ബ്രീത്ത് ഔട്ട്. ബ്രീത്ത് ഇൻ. ബ്രീത്ത് ഔട്ട്. ബ്രീത്ത് ഇൻ. ബ്രീത്ത് ഔട്ട്. ഓക്കെ. ഒരെണ്ണം കൂടി തരാം. ഒരു 10 സെക്കൻഡ് കണ്ണ് നേരെ എന്ത് ചെയ്യുക, മുകളിലോട്ട് നോക്കുക. മീൻസ് മുകളിലോട്ടല്ല നമ്മുടെ നോക്കണ്ടേ, പിരികത്തിന്റെ എവിടെ ഉണ്ടല്ലോ, ഐബ്രോസ് ഉണ്ടല്ലോ, ഐബ്രോസിന്റെ എവിടെ കണ്ണ് വരിക. 2 ഐബ്രോസ് നമുക്ക് കാണാൻ പറ്റും. ഓക്കെ, കോൺസെൻട്രേഷൻ കൂടാനുള്ള എക്സസൈസ് ആണ് കേട്ടോ ഇത് യോഗയിലെ. 10 സെക്കൻഡ് ഹോൾഡ് ചെയ്യുക. നേരെ ഭിത്തിയിലോട്ടൊന്നും നോക്കരുത്, മുകളിലോട്ട്. പിരികം കാണണം നമ്മുടെ. നമ്മ കണ്ണില് മുകളിലോട്ട് നോക്കിയാൽ നമ്മുടെ ഐബ്രോസ് കാണാൻ പറ്റും. പറ്റുന്നുണ്ടോ? ഗീതു നേരെ മുകളിലോട്ട് നോക്കരുത്, ഐബ്രോസിന്റെ അവിടെ നോക്കുക. ഓക്കെ, 10 സെക്കൻഡ് എല്ലാവരും. ആ, ഞാൻ കൗണ്ട് ചെയ്യാൻ പോവാണ്. 10 വരെ കൗണ്ട് ചെയ്യും. അതുവരെ പിടിച്ചിരിക്കുക. എന്തെങ്കിലും ഇറിറ്റേഷൻ തോന്നുവാണെങ്കിൽ കണ്ണടച്ചിട്ട് ജസ്റ്റ് തുറക്കുക. ഓക്കെ, കണ്ണിന് പ്രയാസം ചിലപ്പോൾ വരും. ഓക്കെ, ചെയ്തോളൂ. സ്റ്റാർട്ട്. 1 2 3 4 5 6 7 8 9 10. കണ്ണെന്തോ പോലെ തോന്നുന്നുണ്ടോ? കണ്ണെന്തോ കുത്തി തറയ്ക്കണ പോലെ. അത് നമ്മുടെ തലച്ചോറ് കപാലുണ്ടല്ലോ, ക്രൈനിയം, അവിടെയുള്ള ബ്ലഡ് സർക്കുലേഷൻ ഒക്കെ കൂടും ഇങ്ങനെയുള്ള എക്സസൈസ് ചെയ്താൽ. ഓക്കെ, കോൺസെൻട്രേഷൻ കൂടാനുള്ള എക്സസൈസ് ആണ് കേട്ടോ അത്. ഓക്കെ ഓക്കെ, അപ്പൊ ഇനി ഇത് 2 മതി. ഇനി ഞാൻ പിന്നത്തെ ക്ലാസ്സിൽ പറഞ്ഞുതരാം. വീഡിയോ ഓഫ് ചെയ്തോളൂ കേട്ടോ. ചെയ്യാ, എല്ലാവരും ചെയ്യാം കേട്ടോ. എല്ലാ ദിവസവും ചെയ്യാൻ നോക്കുക. ഓക്കെ, നെക്സ്റ്റ് വൺ പെർട്ടൂസിസ് ആണ് കേട്ടോ. പെർട്ടൂസിസ് കേട്ടിട്ടുണ്ടോ നിങ്ങള്? പെർട്ടൂസിസ് കേട്ടിട്ടുണ്ട്. വില്ലൻ ചുമ. പെർട്ടൂസിസ് കേട്ടിട്ടുണ്ടോ? വില്ലൻ ചുമ. ആ, ഓക്കെ, വില്ലൻ ചുമയെ കുറിച്ചിട്ട് ആർക്കെങ്കിലും അറിയാമോ? ഒന്ന് പറഞ്ഞേ. പെർട്ടൂസിസ് 5 ആഴ്ചയോളം നീണ്ടു നിൽക്കുന്ന ചുമ ഇങ്ങനെ മാറാതെ നിൽക്കുകയാണെങ്കിൽ വേഗം പോയി ടെസ്റ്റ് ചെയ്യണം. ടെസ്റ്റ് ചെയ്യണം അല്ലേ? ഓക്കെ, പിന്നെ വൂപ്പിംഗ് കഫ് എന്നും പിന്നെ 100 ടൈംസ് ഓഫ് കപ്പ് അങ്ങനെ അറിയപ്പെടുന്നതാണ് പെർട്ടൂസിസ് എന്ന് പറയുന്നത്. ക്ലിയർ ആയില്ല മോളെ ആർഷ. വൂപ്പിംഗ് കഫ് എന്ന് പറയും പെർട്ടൂസിസിനെ. പിന്നെ 100 ടൈംസ് ഓഫ് കഫ്, ചൈനയിലോ അവിടെ ഇവിടുത്തെ 100 ടൈംസ് ഓഫ് കപ്പ് എന്ന് ഇതിനെ പറയുന്നുണ്ട്. പിന്നെ ത്രോട്ടില് പെയിൻ ഉണ്ടാവും, കണ്ടിന്യൂസ് കഫിങ് ഉണ്ടാവും സിംറ്റംസ്. പിന്നെ സ്വെല്ലിംഗ് ഉണ്ടാവും, ത്രോട്ടിൽ വന്നിട്ട് സ്വെല്ലിംഗ് ഉണ്ടാവും, ഹെഡ് ഏക്ക്, അതൊക്കെ സിംറ്റംസ് ആണ്. പിന്നെ ട്രീറ്റ്മെന്റ് എന്ന് പറയുമ്പം കുട്ടികൾക്കാണ് കൂടുതലായിട്ടും വരുന്നത്. കുട്ടീനെ ഐസൊലേറ്റ് ചെയ്യുക, പിന്നെ അതുപോലെ തന്നെ അവരെ റെസ്റ്റ് ചെയ്യാൻ വിടുക. അധികം കളിയിലൊന്നും ഏർപ്പെട്ടാൽ റെസ്റ്റ് ചെയ്യിക്കുക കുട്ടീനെ. പിന്നെ മൗത്ത് വാം വാട്ടർ വെച്ചിട്ട് എപ്പോഴും ക്ലീൻ ചെയ്യണം. നമ്മൾ ഗാർഗിളൊക്കെ ചെയ്യുന്നത് അങ്ങനെ ഗാർഗിൾ ചെയ്തിട്ട് എപ്പോഴും ത്രോട്ടൊക്കെ ക്ലീൻ ചെയ്ത് വെക്കണം. പിന്നെ ഒരു കമ്മ്യൂണിക്കബിൾ ഡിസീസ് ആണ്, കുട്ടികൾക്കാണ് വേഗം പകരുന്ന ഒരു രോഗമാണ്
പെർട്ടൂസിസ് എന്ന് പറയുന്നത്. കുട്ടികളിലാണ് കൂടുതൽ കണ്ടുവരുന്നത്. ക്ലൈമറ്റ് ചേഞ്ച് ഒക്കെ ഉണ്ടാകുമ്പോൾ കുട്ടികളിൽ പെർട്ടൂസിസ് ഒരുപാട് കണ്ടുവരുന്നുണ്ട്. അപ്പം പകരുന്ന രോഗമാണ്, കുട്ടികളിൽ നിന്ന് മറ്റൊരു കുട്ടിക്ക് വേഗം പകർന്നു വരുന്ന രോഗമാണ് പെർട്ടൂസിസ് എന്ന് പറയുന്നത്. പിന്നെ അതുപോലെ തന്നെ ഇത് തടയാൻ വേണ്ടിയിട്ട് കുട്ടികൾക്കൊക്കെ കർച്ചീഫ് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് കുട്ടികളെ പഠിപ്പിക്കുക. സ്നീസ് ചെയ്യുമ്പോഴും കഫ് ചെയ്യുമ്പോഴും ഒക്കെ കർച്ചീഫ് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് കുട്ടികളെ ശീലിപ്പിക്കുക. അങ്ങനെയൊക്കെ ചെയ്താൽ നമുക്ക് ഈ രോഗം തടയാൻ പറ്റും. പിന്നെ ഉമ്മ വെക്കാതിരിക്കുക, പരസ്പരം ഷെയ്ക്ക് ഹാൻഡ് വരെ ഇല്ലാതെ നോക്കുക. ഏതാണ് ബാക്ടീരിയ? ഏതാ ബോർഡെല്ല ബാക്ടീരിയ? ഏതാണ്? ബോർഡെല്ല പെർട്ടൂസിസ് അല്ലേ? അതല്ലേ ബാക്ടീരിയയുടെ പേര്? അതെ അതെ. അപ്പൊ പെർട്ടൂസിസ് എന്ന് പറയുന്നത് വൂപ്പിംഗ് കഫ് എന്ന് അറിയപ്പെടും കേട്ടോ. അത് പിന്നെ വില്ലൻ ചുമ എന്നൊക്കെയാണ് എന്തറിയപ്പെടുക, പെർട്ടൂസിസ് അറിയപ്പെടുക. നമ്മളിപ്പോ ചെറിയ ചുമയിലായിരിക്കും ആദ്യം സ്റ്റാർട്ട് ചെയ്യുന്നത്. പിന്നീട് എന്ത് ചെയ്യും, വലിയ ചുമയിലാണ് എന്ത് ചെയ്യുക, ഇത് നീണ്ടു നിൽക്കുക. ഓക്കെ, ആദ്യം ചെറിയതായിട്ട് ചുമയ്ക്കും, അത് കഴിഞ്ഞിട്ട് എന്താണ്, വലിയ ചുമയിലാണ് എന്ത് ചെയ്യുന്നത്, ഇത് ലാസ്റ്റ് ചെയ്യുന്നത് കേട്ടോ. ഓക്കെ, ചുമച്ച് ഛർദിക്കും. ഓക്കെ, ചുമച്ച് എന്ത് ചെയ്യും, നമ്മള് ഛർദിക്കുകയും കൂടി ചെയ്യും. ഏത്, ഈ വില്ലൻ ചുമ എന്ന് പറയുന്ന ഒരു സംഭവം നമുക്ക് വന്ന് കഴിഞ്ഞാല്. ഓക്കെ, ഇനി ഞാൻ പറഞ്ഞു ബാക്ടീരിയയുടെ പേര് പറഞ്ഞ അല്ലെ. ബോർഡെല്ല പെർട്ടൂസിസ് എന്ന് പറയുന്ന ബാക്ടീരിയയാണ് ഇതുണ്ടാക്കുന്നത്. ഏത് ബാക്ടീരിയയാണ്? ബോർഡെല്ല പെർട്ടൂസിസ് എന്ന് പറയുന്ന ബാക്ടീരിയയാണ് നമുക്ക് വില്ലൻ ചുമ ഉണ്ടാക്കുന്നത്. പിന്നെ ഇതിന്റെ സിംറ്റംസ് എന്ന് പറഞ്ഞാല് നേരിയ പനി ഉണ്ടാകും. ചുമ തുടങ്ങുമ്പോൾ തന്നെ എന്താണ്, നേരിയ പനി ഉണ്ടാകും. പിന്നെ മൂക്കൊലിപ്പ് ഉണ്ടാവും. ഓക്കെ, മൂക്കിൽ നിന്ന് വെള്ളം വരും. അതുപോലെ തന്നെ ശ്വാസം ഉള്ളിലേക്ക് എടുക്കുമ്പോൾ വലിയ രീതിയിലുള്ള ഒരൊച്ച ഉണ്ടാകും. പിന്നെ ശരീരത്തിന് നീല നിറം ഉണ്ടാവും. ചില കേസുകളിൽ എന്താണ്, ചില ആളുകളുടെ ശരീരത്തിൽ നീല നിറം കാണാനായിട്ട് സാധിക്കും. പിന്നെ 1 വയസ്സിന് താഴെയുള്ള കുട്ടികളിൽ ഇത് വന്നു കഴിഞ്ഞാല് ക്രിട്ടിക്കൽ ആവാനുള്ള ചാൻസ് എന്ന് പറയുന്നത് കൂടുതലാണ് കേട്ടോ. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ ചുമയുടെ കാഠിന്യം നമ്മുടെ തലച്ചോറിൽ എന്തുണ്ടാക്കും, രക്തസ്രാവം ഉണ്ടാക്കും. ഓക്കെ, അതായത് ഇങ്ങനെ ചുമച്ച് എന്ത് ചെയ്യും, തലച്ചോറില് രക്തം എന്ത് ചെയ്യും, രക്തസ്രാവം, അതായത് ഇന്റേണൽ ബ്ലീഡിങ്ങിനുള്ള ചാൻസ് കൂടുതലാണ്. പിന്നെ അതുപോലെ തന്നെ ഈ കണ്ണീന്നും അതുപോലെ തന്നെ തൊലിന്നൊക്കെ എന്ത് ചെയ്യും, ചെറുതായിട്ടുള്ള രീതിയിൽ രക്തം പൊടിയുന്നതായിട്ട് കാണാനായിട്ട് സാധിക്കും കേട്ടോ. ഓക്കെ, അങ്ങനെയുള്ള ഒരവസ്ഥ സിറ്റുവേഷൻ ഉണ്ടാവാറുണ്ട്. അപ്പൊ അങ്ങനെയുള്ള കണ്ടീഷനൊക്കെ വന്നു കഴിഞ്ഞാല് പേഷ്യന്റിനെ എത്രയും പെട്ടെന്ന് എന്ത് ചെയ്യും, വെന്റിലേറ്ററിലാക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, വെന്റിലേറ്റർ ചികിത്സ അത്യാവശ്യമായിട്ടാണ് പേഷ്യന്റിന് വരുന്നത്. അതുപോലെ തന്നെ രോഗി മൂക്ക് ചീറ്റുമ്പോഴും ചുമയ്ക്കുമ്പോഴും ഒക്കെ എന്ത് ചെയ്യാം, രോഗം പിടിപെടാം. ഓക്കെ, രോഗി മൂക്ക് ചീറ്റുമ്പോഴോ അല്ലെങ്കിൽ ചുമയ്ക്കുമ്പോഴൊക്കെ എന്താണ്, രോഗം വരാം. ഇപ്പൊ കൂടുതലായിട്ടും എന്താ പറയാ, പെട്ടെന്ന് സ്പ്രെഡ് ചെയ്യുന്നത് ചേരികളിലാണ്. സ്ട്രീറ്റുകളിലൊക്കെ എന്താണ്, പെട്ടെന്ന് ഈ രോഗം പിടിപെടാനുള്ള ചാൻസ് കൂടുതലാണ്. പിന്നെ ഇതിന്റെ ഇൻക്യുബേഷൻ പീരീഡ് എന്ന് പറയുന്നത് 7 to 14 days ആണ്. ഓക്കെ, ഇൻക്യുബേഷൻ പീരീഡ് 7 to 14 days ആണ്. ഇതിന്റെ അതായത് ഈ ഒരു ബാക്ടീരിയയുടെ പേരെന്തായിരുന്നു ഞാൻ പറഞ്ഞേ? ബോർഡെല്ല പെർട്ടൂസിസ് എന്ന് പറയുന്ന ബാക്ടീരിയ അത് മൂക്ക് മുതൽ ശ്വാസനാളി വരെ എന്ത് ചെയ്യും, നമ്മുടെ ബോഡിയിൽ വസിക്കും. ഓക്കെ, നമ്മുടെ മൂക്ക് തുടങ്ങി ശ്വാസനാളി വരെ ആ ബാക്ടീരിയ എന്ത് ചെയ്യും, അവിടെ പറ്റിപ്പിടിച്ചിരിക്കുന്നുണ്ടാകും ഈ വില്ലൻ ചുമ വന്നു കഴിഞ്ഞാൽ കേട്ടോ. പിന്നെ ഇതിന്റെ ഫസ്റ്റ് സ്റ്റേജ് എന്ന് പറയുന്നത് പനി, ജലദോഷം ഉണ്ടാകും. ഫസ്റ്റ് സ്റ്റേജിലാണ് പനി, ജലദോഷം പോലുള്ള കാര്യങ്ങൾ ഉണ്ടാവുക. സെക്കൻഡ് സ്റ്റേജ് ആവുമ്പോൾ ചുമ ഉണ്ടാവും, നല്ല രീതിയിൽ ചുമ ഉണ്ടാകും. തേർഡ് സ്റ്റേജ് ആവുമ്പോൾ ശരീരത്തില് റെഡ്, അതായത് ചുവന്ന പാടുകള് കാണാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പോ ഫസ്റ്റ് സ്റ്റേജില് പനി, ജലദോഷം, സെക്കൻഡ് സ്റ്റേജില് ചുമ, തേർഡ് സ്റ്റേജില് ചുവന്ന പാടുകൾ.
ഓക്കെ. ഇനി ഇതിന്റെ ട്രീറ്റ്മെന്റ് എന്ന് പറയുന്നത് പെന്റാവാലന്റ്. ഓക്കെ, പെന്റാവാലന്റ് വാക്സിൻ കൊടുക്കും. പിന്നെ അതുപോലെ തന്നെ DPT കൊടുക്കും. അതുപോലെ ടാപ്പ് ടാപ്പ്. പിന്നെ ഇത് മൂന്നും കൊടുക്കുന്നത് കുട്ടികളിലാണ്. അതായത് കുട്ടികളിൽ വില്ലൻ ചുമ വന്നു കഴിഞ്ഞാൽ പെന്റാവാലന്റ്, DPT, അതുപോലെ ടാപ്പ്, ഇത് മൂന്നും കൊടുക്കും കുട്ടികളില്. ഇനി മുതിർന്നവരിലാണ് വില്ലൻ ചുമ വരുന്നതെങ്കിൽ ടാപ്പ് ആണ് കൊടുക്കുക. മാം മൂന്നാമത് പറഞ്ഞ എന്തോന്നാണ്? പെന്റാവാലന്റെയും DPT എന്തോന്ന്? ഡോഗിന്റെ D. ഓക്കെ, ടാപ്പ്, ടാപ്പ്. ഇനി മുതിർന്നവരിലാണ് വില്ലൻ ചുമ വരുന്നതെങ്കിൽ ടാപ്പ് ആണ് കൊടുക്കുക. ക്യാപിറ്റൽ ലെറ്റർ T എഴുതുക, അത് കഴിഞ്ഞിട്ട് DAP തിരിച്ചിട്ട, മറ്റേത് തിരിച്ചിടുക. ടാപ്പ് കേട്ടോ. ഇത് മുതിർന്നവരില്ലേ? ആർക്കാണ് മാം കൊടുക്കുന്നത്? ടാപ്പ് മുതിർന്നവർക്ക്. വലിയവരിലാണ്, കുട്ടികളിലാണ് ടാപ്പ്, DPT, പെന്റാവാലന്റ് കൊടുക്കുന്നത് കേട്ടോ. ഓക്കെ. ആർക്കെങ്കിലും വില്ലൻ ചുമയുമായി ബന്ധപ്പെട്ടിട്ട് ഇനി കൂടുതൽ കാര്യങ്ങൾ അറിയാമോ? നിങ്ങൾക്ക് എന്തെങ്കിലും എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ പറയണം കേട്ടോ. നിങ്ങളുടെ ഫാമിലിയിലുള്ളവർക്കോ അല്ലെങ്കിൽ നെയ്ബേഴ്സിനോ ആർക്കെങ്കിലും വന്നിട്ടുണ്ടോ? മാം ഇത് ഈ ചുമ പിന്നീട് വില്ലൻ ചുമ പിന്നീട് TB ആയി മാറാറുണ്ടോ? TB ഇല്ല, അതും ഇതും തമ്മിൽ ഡിഫറൻസ് ഉണ്ടല്ലോ ഇല്ലേ? കറക്റ്റ് എനിക്ക് അറിയില്ല കേട്ടോ അതിനെ കുറിച്ചിട്ട്. TBയുടെ ഇത് വേറെ അല്ലേ? ആർക്കെങ്കിലും അറിയാമോ അതിനെ കുറിച്ച്? ആണ്, അതിനും ചുമയാണ്, അതുകൊണ്ട് ചോദിച്ചതാണ്. ചുമ ഒരുപാടായിട്ട് പിന്നെ അത് TBയിലേക്ക് മാറുമോ എന്നറിയില്ല. അല്ലെന്നാ പറയുന്നത്. TB വേറെ, ഇത് വേറെ കേട്ടോ. TB വേറെയാണ്, ഇത് വേറെയാണ് കേട്ടോ. ഓക്കെ മാം. എക്സ്പീരിയൻസ് എന്തെങ്കിലും പറയണോ കേട്ടോ. എനിക്ക് ചെറുപ്പത്തില് വന്നു. പേരെന്താ? അനശ്വര അല്ലേ? എങ്ങനെ, ഓർമ്മയുണ്ടോ? തീരെ കുഞ്ഞാണ് സർ. പക്ഷെ എനിക്ക് നല്ല ഓർമ്മയുണ്ട്. ഞാനൊന്നും കഴിക്കത്തില്ലായിരുന്നു. ഞാൻ നല്ല ഗുണ്ടൂസായിരുന്നു. ഞാൻ അയ്യൊരൊക്കെ ചുമ വന്നു, ഞാൻ സ്കെൽറ്റായി, ആകെ പ്രശ്നമായി. എന്നുവെച്ചാല് ഫുഡൊന്നും കഴിക്കാൻ പറ്റില്ലല്ലോ സാർ. കഴിക്കും തോറും കഴിക്കാനൊന്നും പറ്റില്ല. നമ്മള് കഴിക്കുന്നതെല്ലാം ചുമച്ചു കളയും. ഒരു ഗ്യാപ്പ് ഇട്ടാൻ വരത്തില്ലല്ലോ. ഒരു ഗ്യാപ്പ്, ഫുൾ ടൈം ചുമയോട് ചുമ. അമ്മ ഈ പറിക്കണ മാതിരിയായിരുന്നു. കണ്ടിന്യൂസ് ചുമയെന്ന് പറയുമ്പോ ഫുൾ ചുമ. ഫുഡ് കഴിക്കാൻ പറ്റില്ല. മരുന്ന് കഴിക്കുന്നത് എനിക്ക് ഈ തുള്ളി മരുന്ന് തന്നിട്ടില്ല. പക്ഷെ അത് സിറപ്പ് തരും. എന്നിട്ട് വാങ്ങിന്, എനിക്ക് ഓർമ്മയുണ്ട്, വാങ്ങിന് പൊളിച്ചു വെച്ചേ തരും ചുമക്കാണ്ടിരിക്കുക. അങ്ങനെ വന്നിട്ടുണ്ട്. പക്ഷെ ഇത് ആർക്കും അറിഞ്ഞൂടായിരുന്നു വില്ലൻ ചുമയാണ്. എനിക്ക് വീട്ടിൽ മനസ്സിലാവാൻ കുറച്ച് ലേറ്റ് ആയിപ്പോയി. കുറെ ഡോക്ടറിനെ കാണിച്ചാ. എന്നിട്ട് അവർ പറഞ്ഞ് അങ്ങനെ ഒരു സിയാ ബേക്കർ എന്ന് പറഞ്ഞ ഡോക്ടറെ അവസാനം കണ്ടുപിടിച്ചത്. ഇത് കൊച്ചിനിങ്ങനെ വില്ലൻ ചുമയെന്ന് പറഞ്ഞു. എനിക്ക് തന്നെ 5 വയസ്സാൻ പറ്റേ ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ കണ്ടുപിടിച്ച് പിന്നെ കുറെ നാള് ഇതിന്റെ പുറകെയായിരുന്നു. എനിക്ക് മാറാൻ ലേറ്റ് ആയി. ചില പെട്ടെന്ന് ഈ ഫുഡ് കഴിക്കാണ്ടായപ്പോ ഞാൻ ഫിസിക്കലി ഡൗൺ ആയിപ്പോയല്ലോ. പിന്നെ കുറെ ഈ ഡോക്ടേഴ്സിനെ അങ്ങനെ മനസ്സിലാവാഞ്ഞുകൊണ്ട് കുറെ മരുന്ന് വേറെ ബോഡിക്ക് ചെന്നായിരുന്നു. അങ്ങനെ ചെന്ന് പിന്നെ സിയാ ബേക്കർ ഡോക്ടർ ഞങ്ങളുടെ ആലപ്പുഴ ജില്ലയിലേക്ക് റെഫർ ചെയ്ത് അങ്ങനെയാണ് അവിടെ ചെന്നപ്പോഴത്തേന് കണ്ടുപിടിച്ചത്. പിന്നെ ചില ഡോക്ടേഴ്സ് പറഞ്ഞ് ഞങ്ങളുടെ വീട്ടിൽ ആ സമയത്ത് തിന്നിട്ടിട്ടില്ല, മണ്ണായിരുന്നു പേരടകത്ത്. അപ്പൊ ചില ഡോക്ടേഴ്സ് പറഞ്ഞു അതിന്റെ ആയിരിക്കും കൊച്ചിന് ചുമ വിട്ട് മാറാത്തെന്ന് പറഞ്ഞു. പക്ഷെ അതല്ലായിരുന്നു, ഇത് വില്ലൻ ചുമയായിരുന്നു. വില്ലൻ ചുമയായിരുന്നു. ചുമയെന്ന് പറയുമ്പോ പക്ഷെ കൊരയായിരുന്നു. എന്നുവെച്ചാൽ കൊച്ചല്ലേ ഞാൻ, കാരണം കരച്ചിലുമാണ്. അതിന്റെ ഇടയിൽ ഇതും കൂടെ അമ്മയ്ക്ക് വെച്ചതിനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. പിന്നെ ഞാൻ ഒരു 6-7 വയസ്സ് വരെ അമ്മയുടെ അടുത്ത് നിന്ന് മാറാതെ നിൽക്കുന്ന ഒരു ടൈപ്പ് ആയിരുന്നു. ഇപ്പോഴും അതൊക്കെ തന്നെ. എന്നാലും ആ സമയത്ത് എന്ന് പറയുമ്പോ അമ്മ എന്ന് പറഞ്ഞ സ്കൂളിലും പോകില്ല. സ്കൂളിൽ വിട്ടാലും എനിക്ക് പറ്റത്തില്ലായിരുന്നു. ഈ ചുമ കാരണം കണ്ടിന്യൂസ്. പിന്നെ ക്ഷീണിച്ചു പോയി, ബോഡി ഭയങ്കര ക്ഷീണിച്ചെന്ന് വെച്ചാൽ നല്ല വെയിറ്റ് ഉണ്ടായിരുന്നു. ഞാൻ ഈ ചുമ വന്നതോടുകൂടി ഞാൻ ആകെ ക്ഷീണിച്ചു.
അങ്ങനെ ഫുഡൊന്നും കഴിക്കാൻ പറ്റില്ല, ആകെ ഉറങ്ങാൻ പറ്റില്ല, ഉറക്കമൊന്നും ഇല്ലായിരുന്നു. അച്ഛനും അമ്മയ്ക്കൊന്നും ഉറക്കമില്ലായിരുന്നു, രാത്രി ഫുള്ള് ചുമ. ഇത് വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഓക്കെ ഓക്കെ, താങ്ക് യു അൻഷുര. ഇനി വേറെ ആർക്കെങ്കിലും ഉണ്ടോ പറയാനായിട്ട്? നിങ്ങളുടെ ഒപ്പീനിയൻ ഒന്ന് പറഞ്ഞു. ഇത് വന്നാല് വരാതിരിക്കാനുള്ള കാര്യങ്ങള്, വന്നു കഴിഞ്ഞാൽ എങ്ങനെയാണ് ഇതിന്റെ ട്രീറ്റ്മെന്റും കാര്യങ്ങളും, അതൊക്കെ ഒന്ന് പറഞ്ഞേ ആരെങ്കിലും. ആരും പറയുന്നില്ല. ഇത്രയും കാര്യങ്ങൾ പഠിച്ചിട്ടൊന്നും പറയാനില്ല ആർക്കും. അഡൽസിന് എടുക്കുന്ന വാക്സിൻ 1 പെന്റാവാലന്റ്, 2 DPT, 3 ഡി ടാപ്പ്. ഓക്കെ, ഡി ടാപ്പ് കേട്ടോ. മിസ് ഇൻക്യുബേഷൻ പീരീഡ് 7 to 14 days. പെന്റാവാലന്റ് ഇതിന്റെ ഫൈനൽ സ്റ്റേജ് എന്ന് പറയുമ്പോ ബ്ലഡ് വൊമിറ്റ് ചെയ്യുന്ന ആ ഒരു സ്റ്റേജ് അല്ലേ? എന്താ? അതാണ് ക്രിട്ടിക്കൽ സ്റ്റേജ് കേട്ടോ, ക്രിട്ടിക്കൽ ആണ്. ഇപ്പൊ പൊതുവെ ഇത് ഇങ്ങനെ കുറവല്ലേ? ഇപ്പൊ പൊതുവെ കുറവാണ്. മുമ്പായിരുന്നു കൂടുതൽ ഉണ്ടായിരുന്നത്. കൂടുതലായിട്ട് സപ്പോർട്ടീവ് കെയർ അല്ലേ കൊടുക്കുന്നത്? എന്താ? സപ്പോർട്ടീവ് കെയർ. സപ്പോർട്ടീവ് കെയർ ആണ് കൂടുതലായിട്ട് ഇങ്ങനെയുള്ള അസുഖങ്ങൾക്കൊക്കെ വേണ്ടത് കേട്ടോ. ഓക്കെ, പിന്നെ കൃത്യമായിട്ട് കൃത്യമായിട്ട് വാക്സിൻ എടുക്കണം. അതിന്റെ വാക്സിൻ എടുക്കണം. പിന്നെന്താ ചെയ്യണ്ടേ? വന്നവരോട് കൂടുതൽ ഇടപഴകാതെ നോക്കിയാല് കൂടുതൽ സ്പ്രെഡ് ആവാതെ. കൂടുതൽ ഇടപഴകാതെ നോക്കണം അല്ലേ? അത്രേ ഉള്ളൂ പറയാനായിട്ട് അല്ലേ? വേറെ ഒന്നും ഇല്ലേ? പിന്നെ മാസ്ക് ധരിക്കുക, സാനിറ്റേഷൻ ചെയ്യുക, അവരുമായിട്ട് ഇടപഴകിയ സാനിറ്റേഷൻ മസ്റ്റായിട്ട് ചെയ്യുക. പിന്നെ പ്രിക്കോഷൻസ് എന്തെങ്കിലും എടുക്കുക. അത് വരുന്നതിന് മുമ്പ് നമുക്ക് ചെയ്യാവുന്ന മരുന്നുകൾ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ മാം? അതായത് നമ്മൾ പ്രോപ്പർ ആയിട്ട് ആ വാക്സിൻസ് കറക്റ്റ് ആയിട്ട് കൊടുക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ. അതായത് ഓരോ ടൈമുകൾ ഉണ്ടല്ലോ, ആ ടൈമിൽ തന്നെ ചെയ്യാം, അത് കൊടുക്കുക എന്നുള്ളതാണ്. പിന്നെ ഒരാൾക്ക് വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് സ്പ്രെഡ് ആവുമല്ലോ, അപ്പോഴാണ് നമ്മൾ ട്രീറ്റ്മെന്റും കാര്യങ്ങളൊക്കെ എടുക്കുന്നത്. നമുക്ക് കൂടുതൽ സീരിയസ് ആകാതെ നോക്കാം ആദ്യം തന്നെ ഇതെടുക്കുവാണെങ്കിൽ. സാധാരണ ചുമ വരുമ്പോ തന്നെ അത് കറക്റ്റായിട്ട് ചെക്ക് ചെയ്ത് പോവാൻ നോക്കുക. എക്കോ വരുന്നുണ്ടല്ലേ? അത് ശരിയായിക്കോളൂ കേട്ടോ. മാം കിവി ഫ്രൂട്ട് ഇതിനെ കുറച്ച് റെഡ്യൂസ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും. ആണോ? കിവി എനിക്കറിയില്ല കേട്ടോ, ഞാൻ ആദ്യമായിട്ട് കേൾക്കുന്നത്. അങ്ങനെ ഉണ്ടോ? മാം കേട്ടിട്ടുണ്ടല്ലേ? ഓക്കെ ഓക്കെ, കിവി അല്ലേ? പിന്നെ കറക്റ്റ് ടൈമിൽ തന്നെ ഹോസ്പിറ്റലിൽ പോവാൻ, ഹോസ്പിറ്റലൈസിൽ വഷളാവാണ്ട് നോക്കുക. മുതിർന്നവരാണെങ്കിലും അത് വെച്ചുകൊണ്ടിരിക്കുന്ന അത് അങ്ങനെ ചെയ്യാണ്ട് നോർമൽ ചുമ അല്ലാന്ന് തോന്നാതെ തന്നെ ഹോസ്പിറ്റലിൽ പോവാം. ഓക്കെ 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 ഓക്കെ, ഇത്രയും കാര്യങ്ങൾ പറഞ്ഞു. മാം, ഇതിന്റെ ഐസൊലേറ്റഡ് ചികിത്സ ആശുപത്രികളിലൊക്കെ ഉണ്ടായിരിക്കുമായിരുന്നു പണ്ട്. ഉണ്ട് ഉണ്ട്.
അതൊക്കെ ഉണ്ട് കേട്ടോ. ഓക്കെ, ഇനി ആക്ഷൻ സോങ്ങോ റോൾ പ്ലേയോ ആരെങ്കിലും കൊണ്ടുവന്നിട്ടുണ്ടോ? മാം ഞാൻ റോൾ പ്ലേ ചെയ്തോളൂ കേട്ടോ. വീഡിയോ ഓണാക്കുന്നുണ്ടോ? സ്റ്റാർട്ട് ചെയ്തോളൂ. റുബിയ, ഷൈല. മാം ഞാൻ സ്റ്റാർട്ട് ചെയ്തേ. ചെയ്തോ? ഒന്നും കേട്ടില്ലല്ലോ. അല്ല സ്റ്റാർട്ട് ചെയ്യട്ടെ. സ്റ്റാർട്ട് ചെയ്തു. Theme is loss in my hair and afraid of going totally bad. Consulting a doctor. മോളെ എന്താണ് തീം? ക്ലിയർ ആയില്ല എനിക്ക് കേട്ടോ. Losing of hair. Okay. Doctor, good morning. Please be seated. Good morning, sir. Doctor. Okay, tell me what's your problem? Sir, I'm facing hair loss, dandruff problems throughout 1 month. Now I am feeling very bad condition in my hair. Doctor. Okay, which type of shampoo you are using, or using any type of liquids or soaps? No, sir. I use only coconut oil as homemade. Doctor. Are you bathing cold or hot water? Means which water is applied in your hair? I recently used hot water in my hair because of my throat infection. Doctor suggests to use only hot water in my hair. Doctor, okay, now onwards, please use cold water in your hair. And also, I wrote a oil which can be applied your hair after bath and just massage. Try this for 1 month and consult me. Okay, sir. Thank you. Okay, very good. മാം ഞാനും പറഞ്ഞോട്ടെ. It's a conversation between me and my neighbor. She was burning plastics along with the waste materials during a summer season, and I caught her red-handed. Conversation starts. Me, Auntie, what you are burning? Auntie, can't you see I am burning waste materials? Me, burning waste material is okay, but you are burning plastics also along with it. Why you are not giving plastics to the Harita Karma Sena? Auntie, who are you to question me and argue with me? Me, I am not questioning you or arguing with you. Auntie, it's my place. I will do whatever I want. Me, that's okay. It's your place. I'm not arguing with that. But burning plastic release toxic chemicals in the atmosphere, and it may cause cancer, respiratory illness, and also birth defects. Auntie, sorry Ramya, you had opened my eyes. Hereafter, I won't do it. Thank you. Me, that's okay, Auntie. Okay, very good. Okay, വേറെ ആരെങ്കിലും ഉണ്ടോ? Thank you, ma'am. വേറെ ആരെങ്കിലും? ഞാൻ പറഞ്ഞോട്ടെ. Lucy, Mia, and Jack are friends when they meet in the park. Lucy, good morning. Mia, good morning. Jack. Mia, hi, good morning, Lucy. Jack, hello, Lucy. Lucy, here, have you waiting for me long time? Jack, no, we just arrived. Mia, hi, come let's all play. Lucy, okay, let's all play. That guys play together on long time. That time Mia said, Mia, let us go on trip this week and end with our family. Jack, that is good idea. Lucy, we all will also feed in parents. Mia, okay. Jack, come on, let's not play. Thank you. Okay, very good. Next.
നെക്സ്റ്റ് ആരെങ്കിലും ഉണ്ടോ? മിസ് ഞാൻ പറയാം. പറഞ്ഞു. റോൾ പ്ലേ ആണ്. A family lived in a city. A grandparent sitting in the hall and a 7-year-old girl play in the house. One day her mother, to serve healthy food like vegetables and fruits, she called up her Ammu, go to washroom and clean your hands. Ammu does not wash your hands and sit in the chair to eat food. Conversation between mother and Ammu. Mother: Ammu, why did you not washing hands? Ammu: Mama, my hand will be clear. There is no dirt in my hand. Mother: Clear? Your hand is clear. No, Ammu, my little princess. Wash hands and mouth before eating. Otherwise, diseases will catch us. Ammu: Which diseases catches our body, Mama? And what should I to be so as to be strong? Mother: To be very strong, we need good health, and for that we need to eat good food and to avoid junk foods. If we don't take care of our health, we will get stomachache, vomiting, fever, etc. Good health to provide good life in my dear Ammu. Okay, Mama. Every day I will wash on hands. Good health, good life. I love you, Mama. Thank you. മാം ഞാൻ പറയാം. മാം അത് എന്നിട്ട് ഒരു അമ്മയും മോനുമായിട്ടുള്ള ഒരു ഇതാണ്. അത് മോറൽ അഡ്വൈസാ. ഓക്കെ. One day Bablu was very hungry. Ma'am, I'm very hungry, Bablu said. Mama, I gave two banana. Bablu, yummy. He ate it happily. Bablu, Mama, I'm going to play. Mama, Bablu put the banana peel in the waste basket. Then you to go. Bablu, he said, he did not. Bablu, during the break, he became thirsty. I will go and drink some water. Bablu ran to the kitchen. Bablu fall down. Mama rushed there and saw the banana peel. Mama, I had told you to put it in the waste basket. So sorry, Mama. I should have obeyed you. Okay, ma'am. Thank you. Okay, very good. ആക്ഷൻ സോങ് പാടിക്കോട്ടെ. ആക്ഷൻ സോങ് ചെയ്തിട്ടുണ്ടോ? കൊണ്ടുവന്നിട്ടുണ്ടോ? ഓക്കെ ചെയ്തോളൂ. Sit on the map and clap. Sit on the map and clap. Sit on the map and clap. Clap your hands. Sit on the map and slap. Sit on the map and slap. Sit on the map and slap. Slap your knees. Sit on the map and tap. Sit on the map and tap. Sit on the map and tap. Tap your shoulder. Sit on the map and pat. Sit on the map and pat. Sit on the map and pat. Pat your head. Thank you. Very good. മിസ് ഞാനൊരു ആക്ഷൻ സോങ് കാണിക്കാം. ഓക്കെ ചെയ്തോളൂ. വീഡിയോ ഓൺ ചെയ്യണം നിർബന്ധമില്ലല്ലോ? ഇല്ല. എന്നാലും വീഡിയോ ഓൺ ചെയ്യാം. വീഡിയോ ഓൺ ചെയ്യുമ്പോ കറക്റ്റ് ആയിട്ട് എന്താന്ന് കാണാലോ. ഇപ്പൊ ആര്യലക്ഷ്മി ചെയ്തില്ലേ? ഇനി നിർബന്ധമില്ല. അസ്റ്ററിന് എങ്ങനെയാണെന്ന് തോന്നുന്നത് അതുപോലെ ചെയ്തോളൂ, കുഴപ്പമില്ല. Who made the world so big and round? God, our great creator. Who put the flowers in the ground? God, our great creator. Who put the flowers in the sky? Birds to fly. Did you do it? No.
God, our great Creator. Thank you. ഓക്കെ വെരി ഗുഡ്. ഇനി വേറെ ആരെങ്കിലും ഉണ്ടോ ഇനി? ഇല്ല. ഷെറിൻ വിൽസൺ. എന്ത് ചെയ്യുന്നേ? ആക്ഷൻ സോങ് ആണോ? ആക്ഷൻ സോങ്. ഓക്കെ സ്റ്റാർട്ട് ചെയ്തോളൂ. 1 2 3 4 5 Once I caught the fish alive. 6 7 8 9 10 Then I let it go again. Why did you let it go? Because it bit my finger so. Which finger did it bite? Little finger on my right. ഓക്കെ വെരി ഗുഡ്. നെക്സ്റ്റ്. ഇനി വേറെ ആരെങ്കിലും ഉണ്ടോ? ആരുമില്ല? ആർഷ. ഓക്കെ. ആക്ഷൻ സോങ്. 1 hand 2 hand clap clap clap. 1 hand 2 hand clap clap. 1 hand 2 hand big hug. 1 hand 2 hand on my head. Thank you. Good. ഓക്കെ. അപ്പോ ഞാൻ ഇന്ന് വളരെ കുറച്ച് കാര്യങ്ങൾ എടുത്തിട്ടുള്ളൂ. വാക്സിൻ 6th വീക്ക് തുടങ്ങിയുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഡിഫ്തീരിയയുടെ, പിന്നെ പെർട്ടൂസിസിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇത് എന്ത് ചെയ്യണം? നെക്സ്റ്റ് ക്ലാസ്സിൽ വരുമ്പോ എന്ത് ചെയ്യണ്ടേ? നോട്ട്സ് എഴുതണം. ഞാൻ എല്ലാവരോടും ചോദിക്കും കേട്ടോ. വീഡിയോ ഓൺ ചെയ്ത് നോട്ട് കാണിക്കാൻ പറയും. അപ്പൊ എല്ലാവരും കാണിക്കണം. അധികം ഇല്ലല്ലോ, കുറച്ചല്ലേ ഉള്ളൂ. അടുത്ത ആഴ്ച വരെ സമയമില്ലേ? ഇനി ഞാൻ എന്നാ വരിക? അടുത്ത ബുധനാഴ്ച. ഒരാഴ്ച സമയമുണ്ട് അല്ലേ? അപ്പൊ ഈ 2 എണ്ണത്തിന് എന്ത് ചെയ്യണം? ഷോർട്ട് നോട്ട് എഴുതിക്കൊണ്ട് വരിക. ഓക്കെ. നമുക്ക് ടെറ്റനസ് ഇനി അടുത്ത ക്ലാസ്സിൽ എടുക്കാം. കുറേ കാര്യങ്ങൾ ഇനി പറയാനുണ്ട്. ടെറ്റനസ്, അതുപോലെ തന്നെ പോളിയോ മൈലൈറ്റിസ്, മീസിൽസ്, റുബെല്ല, അതുപോലെ തന്നെ മംസ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കുറച്ചും കൂടി പറയാനായി. കുറച്ച് രോഗങ്ങളെ കൂടി നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ പരിചയപ്പെടാം. ഓക്കെ. അപ്പൊ എന്താ എന്താ മോളെ കേട്ടില്ല കേട്ടോ ഞാൻ. ഹലോ, പറഞ്ഞോ. 2 നോട്ട് ക്ലിയർ അല്ല ജിൻസി, ക്ലിയർ അല്ല, കേൾക്കുന്നില്ല. മാം 2 നോട്ട്സ് എഴുതാൻ പറഞ്ഞില്ലേ, അത് ഏതാന്നാ ചോദിക്കുന്നേ? അത് ഏതാണെന്നല്ലേ? ഓക്കെ. ഞാൻ അത് കഴിഞ്ഞ ക്ലാസ്സിൽ നിങ്ങൾക്ക് എടുത്തത് ഡിഫ്തീരിയ സ്റ്റാർട്ട് ചെയ്തല്ലോ, അതാ എഴുതേണ്ടത്. രോഗങ്ങളുടെ മാത്രം. ഇപ്പൊ ഡിഫ്തീരിയ, അതുപോലെ തന്നെ പെർട്ടൂസിസ്, ഇത് 2 എഴുതിയാൽ മതി. ഓക്കെ. 2 മാത്രം കേട്ടോ. ഓക്കെ, അത് എഴുതിക്കൊണ്ട് വരിക. ഓക്കെ. അപ്പൊ എല്ലാവർക്കും താങ്ക് യു. എല്ലാവർക്കും ഗുഡ് നൈറ്റ്. അതുപോലെ തന്നെ മോളോട്ട് നോക്കി തുറക്കുക. ഓക്കെ. Thank you, ma'am. Thank you. Thank you, ma'am. Okay, ma'am. Good night. Thank you, ma'am. Thank you, ma'am.